ഹായ് ഹലോ, നമുക്ക് നല്ലൊരു കോഴിക്കട്ടയും കണ്ട് റെഡിയാക്കാം. നല്ല വറുത്ത അരിപ്പൊടി എടുക്കണം. ഇതിനായിട്ട് നമ്മൾ പത്തിരിപ്പൊടി, അപ്പത്തിൻ്റെ പൊടിയൊക്കെ കടയിൽ നിന്ന് വാങ്ങില്ലേ, ആ പൊടി വേണം. ആദ്യം നമുക്ക് ഫില്ലിങ് റെഡിയാക്കണം. ഇപ്പം ഞാൻ അരിപ്പൊടി എടുക്കുക, തേങ്ങ എടുക്കുക, സെയിം കപ്പിനായിരിക്കണം. അങ്ങനത്തെ അളവാട്ട് പറഞ്ഞേ. മുക്കാൽ കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഈ അളവ് തന്നെയായിരിക്കും കേട്ടോ, ഈ കപ്പിൻ്റെ അളവ് തന്നെയായിരിക്കും അരിപ്പൊടിയും തേങ്ങയെല്ലാം. മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്കൊരു 1/4 കപ്പ് വെള്ളം, ആ കപ്പിന് തന്നെ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഈ ശർക്കര ഒന്ന് മെൽറ്റാക്കട്ടെ. ഇതിപ്പോൾ നല്ല പൊടി ശർക്കരയാണ്, ഇതിൽ കല്ലൊന്നും അംശമൊന്നുമില്ല, അതുകൊണ്ട് ക്ലീനാക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ആ കപ്പിന് തന്നെ 2 കപ്പ് തേങ്ങ തിരികിതിട്ട് കൊടുക്കണം. അതിനുശേഷം പതിയെ ഒരു നൂൽ പരുവയില്ലേ, ആ പരുവം വരെ ആകുമ്പോൾ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ. പയ്യെ ഒരു നൂൽ പരുവം. ഇതിലേക്ക് നമുക്ക് നല്ല ജീരകം ഇല്ലേ, നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് മാത്രമേ ഇഷ്ടമുള്ളൂങ്കിൽ അത് ഇട്ടോളൂ, അല്ലെങ്കിൽ ഏലക്കായ ഇട്ടോളൂ. ഇത് രണ്ടും കൂടി ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ 5 ഏലക്കായും 1/4 ടീസ്പൂണാണ് ഏലക്ക പൊടിച്ചതും ജീരകം പൊടിച്ചതും കൂടി നമ്മൾ കയ്യിലിട്ട് നന്നായിട്ടൊന്ന് ഞരടി ഒന്നിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇടയ്ക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടും ജീരകം. അതിനുശേഷം ചെറുതീയിൽ വെച്ചിട്ട് വേണ്ട ഇതൊന്ന് വറ്റിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെയിം കപ്പിൽ തന്നെ അരിപ്പൊടി എടുക്കണം. 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട് വെള്ളം 2.25 കപ്പ്. 2 കപ്പും 3 ടേബിൾ സ്പൂണും വെള്ളം എടുക്കണം. അതിനുശേഷം നമുക്ക് 2 കപ്പായി കഴിഞ്ഞാൽ പൊടി മുഴുവൻ നനഞ്ഞു കിട്ടില്ല, അതുകൊണ്ടാണ് 1/4 കപ്പിൻ്റെ കൂട്ടിയിടുന്നത്. അതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പ് ഒരിക്കലും മുന്നിട്ട് നിൽക്കരുത്. നന്നായിട്ട് വെട്ടി തിളയ്ക്കണം, പതുക്കെ തിള വന്നാൽ പോരാ. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് നമുക്ക് ആ വെള്ളം നമുക്ക് ആ വെള്ളം മുഴുവൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം, നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കറക്റ്റ് പരുവായിരിക്കും. അതിനുശേഷം ആ ചൂടൊന്ന് കുറഞ്ഞു വരുമ്പോൾ, ചൂടുള്ള സമയത്ത് നമ്മൾ സ്പൂണൊന്ന് തിരിച്ച് പിടിച്ച് കുഴയ്ക്കണം. അതിനുശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൈകൊണ്ട് ഒരു 6-7 മിനിറ്റ് നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഒത്തിരി സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. നമ്മുടെ കോഴിക്കട്ട നല്ല സോഫ്റ്റായിരിക്കും. ഒന്ന് കുഴച്ച് കൂട്ടിയെടുക്കണേ. ഇനി നമുക്കിത് കൈകൊണ്ട് കുഴയ്ക്കാം. ചൂടാറിയിട്ടുണ്ട്. നമുക്ക് കൈക്ക് ചൂട് അനുഭവപ്പെടുകയാണെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്താൽ മതി. നമ്മൾ ചൂടാറിയ വെള്ളം അടുത്ത് വയ്ക്കുക. അതിനുശേഷം കൈ ഒന്ന് നനച്ച് കൊടുത്തോളൂ. അപ്പോൾ നമുക്ക് ചൂടധികം കയ്യിലോട്ട് വരില്ല കേട്ടോ. നന്നായിട്ട് കുഴച്ച് കൂട്ടണം. ഒരു 6-7 മിനിറ്റ് കുഴക്കണം കേട്ടോ. അതിന് ശേഷം അത് തട്ടി പൊത്തി വയ്ക്കണേ. ചൂട് പോകാൻ പാടില്ല. ആവശ്യത്തിന് നമ്മൾ ഉരുളകളാക്കുക. ഒന്ന് ചുരുളിയാക്കി വെക്കരുത്. അതിനുശേഷം കൈകൊണ്ട് തന്നെ നമ്മൾ ഉരുട്ടിയെടുത്തിട്ട് ഒരു സൈഡിൽ നിന്ന് പതുക്കെ, ഇവിടെ പറയാതെ മെനഞ്ഞെടുക്കുക എന്ന് പറയും. അപ്പോൾ അല്പം വെള്ളം തൊട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ മെനഞ്ഞെടുക്കുക, പൊട്ടിപ്പോകരുത്. അതിനുശേഷം നമ്മൾ നിറച്ചിടരുത്, ഒരു 3/4 ഭാഗം ഇട്ട് കൊടുത്താൽ മതിയാവും ആ കുഴിയിലോട്ട്. അതിനുശേഷം നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടല്ലോ, ചൂടാറിയ വെള്ളം വെച്ചിട്ടുണ്ട്, അത് കൈ ഒന്ന് നനച്ചതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കയ്യിൽ ഇട്ട് ഒന്നും കൂടി ഒന്ന് ഷേപ്പാക്കുക. വെള്ളം തൊട്ടൊന്ന് ചെയ്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ ഒരു കോഴിക്കട്ട റെഡിയായി. ഒരെണ്ണം കൂടി നമുക്ക് റെഡിയാക്കാം.
ഇത് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാം, അതുപോലെ റാഗിയും അരിപ്പൊടിയും കൂടി ചെയ്താലും നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മൾ ശർക്കരയിൽ ചെയ്യണമെന്നില്ല, നമുക്ക് തേങ്ങ, കൽക്കണ്ടം അങ്ങനെ വെച്ചിട്ട് ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഷുഗർ കഴിക്കാൻ പാടില്ലാത്തവരൊക്കെ ഇല്ലേ, അപ്പോൾ കൽക്കണ്ടം വെച്ചിട്ട് നമുക്ക് വലിയ കൽക്കണ്ടം കിട്ടില്ലേ, അതും തേങ്ങയും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്പച്ചെമ്പ് സ്റ്റൗവിൽ വെച്ചിരിക്കണം. അപ്പോൾ ആ വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് വേഗം വെച്ച് കൊടുക്കാം. ആവി വരുമ്പോൾ അതിലേക്കേ വെച്ച് കൊടുക്കാവുള്ളൂ. ഇപ്പം നമ്മൾ വെച്ച് കൊടുത്തു. ഒരു 10-12 മിനിറ്റ് വേവട്ടെ, ഒട്ടൽ മാറണം, അതാണ് കേട്ടോ പരുവം. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട അങ്ങോട്ട് റെഡി ആവുകയാണ്. ഇപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക.